തരട്ടെ. എല്ലാ റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടിക്കളി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഒരൊറ്റ അമലാണ് അള്ളാഹു തഖസീം ചെയ്യാത്തത്, അത് സ്വലാത്ത് അലാ റസൂലില്ല. ഒരാൾ അമലും കൊണ്ട് അള്ളാഹിന്റെ കോടതിയിൽ വന്ന്, അപ്പോൾ ഒരാൾ വന്ന് ലറബനി ഹാദ, അബ്ബന്നെ അടിച്ചിട്ടുണ്ട് പഠിച്ചോ, ഞാൻ തിരിച്ചടിച്ചില്ല പറഞ്ഞാൽ നിസ്കാരത്താണ് കൊടുക്കും. വേറൊരാൾ വന്നു, ഓനും കൊടുക്കും. ഇങ്ങനെ കൊടുത്ത് 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 ഇവന്റെ അമല് തീരാം. ഫബഖിയത്തി സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാ അൽ ആഖിറു. എല്ലാം കഴിഞ്ഞ് സ്വലാത്ത് ബാക്കി. അപ്പോൾ ഒരാൾ വന്നു, ഫലാ യുഅതിഹ, അല്ലാഹു കൊടുക്കൂല. കാരണം അത് ഹഖ്ഖുല്ലി മുഹമ്മദാണ്. അബ്ദിന്റെ ഹഖ്ഖിൽ അല്ലാഹു കൈവിടൂല. അത് ഇഷ്ടപ്പെട്ട അബ്ദുമാണ്. ഫയതഹമ്മലു അൻഹു, അയാളുടെ പ്രശ്നം അല്ലാഹു ഏൽക്കും. നിനക്ക് എന്താ തരാനുള്ളത് ഞാൻ തരാം. എൻ്റെ ആശക്കന് ഇവൻ കൊടുക്കുന്ന, എൻ്റെ മെഹബൂബിന് ഇവൻ കൊടുത്ത അതിന് എടുത്തരൂല. അതവിടെ കിടന്നോട്ടെ, എനിക്കുള്ളതല്ല, എൻ്റെ ഹബീബിനുള്ളതാണ്. അതുകൊണ്ടാണ് ആയിഷ മുഴുവൻ സ്വലാത്തില്ല പറഞ്ഞത്. ഒരൊറ്റ അമലാണ് പരലോകത്ത് ഓഹരി ചെയ്യാത്തത്. അതേതാ? സ്വലാത്ത് ഓഹരി ചെയ്യൂല. നേരത്തെ സ്വലാത്തിലേക്കോ പഠിച്ചോൻ രക്ഷപ്പെടുത്തും. വൈകുന്നേരം സ്വലാത്തിലേക്കോ പഠിച്ചോൻ രക്ഷപ്പെടുത്തും. സ്വലാത്തില്ലയോ രക്ഷപ്പെടുത്തും. ഞാൻ ഈ പറഞ്ഞൊക്കെ തിരിയേണ്ട ആളുകൾക്ക് തിരിയും. സ്വലാത്തില്ലിക്കൊളി രക്ഷപ്പെടും. ഖിയാമത്ത് നാൾ വരെ ലോകത്തെ തെർബിയത്ത് നടത്തൽ മുഹമ്മദാണ്. ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ നന്നാകൽ മുഹമ്മദിനെ കൊണ്ടാണ്. അത് നന്നാവും. അതൊരു ദിവസം കയറി വരും. നിങ്ങൾ കണ്ടോളൂ, ഇപ്പം ഇതാ മുസ്ലിമീങ്ങൾ മൂക്കിൽ